നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമെന്ന് അറിയില്ല. നിങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ദർ ആർ മെനി പീപ്പിൾ വിൽ കം. അവരെന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ഇൻവെസ്റ്റ് മണി. ഈവൻ ദ ബാങ്ക് നിങ്ങളുടെ ട്രാൻസാക്ഷൻ കാണുമ്പോൾ അവർ വിചാരിക്കണം എന്താ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഓൾറെഡി ക്രെഡിറ്റ്സ് മേടിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. നമ്മുടെ ബാങ്കിൽ നമ്മൾ ക്യാഷ് ഓൺ സെയിൽ ആയിരിക്കും നടക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ബാങ്കിൽ ഒരു എമൗണ്ട് കാണുമ്പോൾ ആ ബിസിനസ് മാൻ വിചാരിക്കണം എന്താ, ദിസ് ഇസ് മൈ എമൗണ്ട്, നെവർ ഇത് കൊടുക്കാനുള്ള എമൗണ്ടാ. ബാങ്ക് എന്താ കാണുന്നത്, ഇവന് കുഴപ്പമില്ലാത്തൊരു ടേൺ ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവന് ലോൺ കൊടുത്താൽ ഇത് കിട്ടും. ഇവൻ എന്താ നിന്റെ പറയുക വന്നിട്ട് പറയണത്, ലോൺ എടുക്കൂ, ബിസിനസ് ലോൺ എടുക്കൂ. ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ, ആ ഒരു പ്രാവശ്യം നിങ്ങൾ അതിനകത്തേക്ക് പോയാൽ ആ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും പിൻവലിയാൻ പറ്റില്ല. എന്ത് കാര്യത്തിന് നിങ്ങളുടെ ചിന്ത എന്തായിരിക്കും, ലോൺ, ബിസിനസ് ലോൺ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ എടുത്തിട്ട് നിങ്ങൾ ആ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നോക്കും. പ്രശ്നങ്ങൾ തീരുക എന്നുള്ളതല്ല പ്രശ്നം, താൽക്കാലികമായി നിൽക്കും. അതായത് ലോൺ എടുത്താൽ സംഭവിക്കുന്നത് ഇഞ്ചിഞ്ചായി ചാവും, ഒറ്റയടിക്ക് ചാവൂല. ലോൺ എടുത്തില്ലെങ്കിൽ ഒന്നിനും ഒറ്റയടിക്ക് ചാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്ത ബിസിനസിനെ നെക്സ്റ്റ് ലെവലിലോട്ട് ഉയർത്താൻ നോക്കും. മനസ്സിലാവുന്നുണ്ടോ? ലോൺ എടുത്തില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ലോൺ എടുത്താൽ ഇഞ്ചിഞ്ചായി ചാവും, സ്ലോ ഡെത്ത്, മരണം വളരെ പതുക്കെ ആക്കുന്നുള്ളൂ, മരിക്കും, അതുറപ്പാണ്. ഇതൊക്കെ ബിസിനസ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ആ പറഞ്ഞത്. 14 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പരുത്തിപ്പിണ്ണാക്കല്ല. കാരണം നന്നായിട്ട് അടികിട്ടി താഴെ വീണ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അടികിട്ടി താഴെ വീണ് അവിടെ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആക്കി അവിടെ നിന്ന് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കയറി വന്നവനെ. ആ കയറി വന്ന ഇപ്പോഴും ബ്രേക്ക് ഈവനിൽ നിന്ന് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന സ്റ്റേബിലിറ്റി പതച്ചു പോയിട്ടുണ്ട്, ഞാൻ പേടിച്ചു നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ സ്വന്തം കഴിവിൽ വിശ്വാസം ഉള്ളത് കൊണ്ടും ഈ പോയതൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ത്രാണി ഉള്ളത് കൊണ്ടും ഞാൻ ഈസിലി കയറി.